മോഹൻലാലിന്റെ വരാൻ പോകുന്ന സിനിമകളെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സിനിമ അനലിസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ ചില അപ്ഡേറ്റുകളൊക്കെ പങ്കുവെച്ചുകൊണ്ട് നമ്മളെ അതിശയിപ്പിക്കുന്നുമുണ്ട്. അങ്ങനെ ചെറിയൊരു റൂമറായിരുന്നു ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ സിനിമ എത്തുന്നു എന്ന രീതിയിലുള്ളത്. അത് ഉറപ്പിക്കുകയും ചെയ്തു. അടുത്ത ദിവസങ്ങളിലുള്ള അപ്ഡേറ്റുകളിൽ നിന്ന് ജിത്തു മാധവനും ഗോകുലം മൂവീസും ഒന്നിക്കാൻ പോകുന്ന ചിത്രത്തിൽ നായകനായി മോഹൻലാൽ എത്തുന്നു. ഇതിന്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് എന്തായാലും ഉടനെ തന്നെ നമുക്ക് മുന്നിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ തന്നെയാണ് ട്രേഡ് അനലിസ്റ്റുകളും മൂവി അനലിസ്റ്റുകളും ഒക്കെ പങ്കുവെക്കുന്നത്. എന്നാൽ ഈ പുതുവർഷത്തോട് അനുബന്ധിച്ച് മോഹൻലാലിന്റെ പുതിയ സിനിമകളുടെ പ്രഖ്യാപനമൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. ഇവരുടെ ഈ പ്ലാനിങ് പുതുവർഷത്തിന് ശേഷമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ക്രിസ്മസിനോ പുതുവർഷത്തിനോ ഒരു ഗംഭീര മോഹൻലാൽ സിനിമയുടെ അപ്ഡേറ്റ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടില്ല എന്നാണ് അണിയറയിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ. എന്നിരുന്നാലും തുടരും, എമ്പുരാൻ അല്ലെങ്കിൽ ഹൃദയപൂർവ്വം എന്നീ പ്രഖ്യാപിക്കപ്പെട്ട പ്രോജക്റ്റുകളുടെ അപ്ഡേറ്റുകൾ ഉണ്ടായേക്കാം. അതിലൊന്നാണ് ഇന്ന് എമ്പുരാന്റെ വകയായി നമുക്കൊരു ലുക്ക് പോസ്റ്റർ ഇന്ദ്രിയത്തിന്റേതായി പുറത്തു വന്നത്. അതൊരു ഭാഗത്ത് നിൽക്കുമ്പോഴും ജിത്തു മാധവൻ ഒരുക്കാൻ പോകുന്ന മോഹൻലാൽ ചിത്രത്തിന്റെ കഥാപാത്രത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ എങ്ങും വലിയ ചർച്ചയാണ്. കാരണം ജിത്തു മാധവൻ ആവേശത്തിലൂടെ ഒരുക്കിവെച്ച ഒരു കഥാപാത്രം പ്രേക്ഷകരെ വലിയ രീതിയിൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നത് തന്നെ. ആവേശത്തിലെ രംഗണ്ണൻ പോലൊരു കഥാപാത്രം മോഹൻലാലിൽ കൊടുത്താൽ അത് ഗംഭീരമാകും എന്നതാണ് അവരുടെ അഭിപ്രായങ്ങൾ. എന്നാൽ രംഗണ്ണൻ എന്ന കഥാപാത്രം വെറും സാമ്പിൾ മാത്രമാണ് എന്നാണ് മൂവി അനലിസ്റ്റുകൾ പറയുന്നത്. ആവേശം ഒരു സാമ്പിൾ ഡോസ് മാത്രമായിരിക്കും. യഥാർത്ഥ തീപ്പൊരി ഐറ്റം ഇനി വരാൻ പോകുന്നേ ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. എന്നിരുന്നാലും മോഹൻലാലിന്റെ വരാൻ പോകുന്ന സിനിമകളുടെ ലൈനപ്പിൽ ഒരു ഗംഭീര കഥാപാത്രം ജിത്തു മാധവന്റേത് മാത്രമായിരിക്കില്ല എന്നാണ് പറയപ്പെടുന്നത്. മോഹൻലാലിന്റെ എക്കാലത്തെയും വലിയ പൂന്തുവിളയാട്ടം നടത്തുന്ന കഥാപാത്രം ജിത്തു മാധവൻ ഒരുക്കുന്ന സിനിമയിലെ കഥാപാത്രം മാത്രമായിരിക്കില്ല, മറ്റൊരു കഥാപാത്രം കൂടി വരാൻ പോകുന്നു എന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന മൂവി അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. ഇത് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. സിനിമാ വൃത്തങ്ങളുടെ അടുത്ത സ്രോതസ്സുകളിൽ നിന്നും അവർക്ക് ലഭിക്കുന്ന ഒരു റിപ്പോർട്ടാണ് അവർ പങ്കുവച്ചിരിക്കുന്നത്. ലാലേട്ടന്റെ മുന്നേയുള്ള കഥാപാത്രങ്ങളിലെ പൂന്തുവിളയാട്ടം ഉറപ്പിച്ച ചില കഥാപാത്രങ്ങളുണ്ട്. പറഞ്ഞു വെക്കുന്നത് രാവണപ്രഭുവിലെയും ഹലോയിലെയും ചോട്ടാ മുംബൈയിലെയും ഒക്കെ മോഹൻലാലിന്റെ ഐക്കോണിക് കഥാപാത്രങ്ങളെ അനുസ്മരണപ്പെടുത്തുന്ന ഒരു കഥാപാത്രം ജിത്തു മാധവന്റേതല്ലാതെ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്നാണ്. ചില സോഴ്സുകൾ അങ്ങനെ പറയുന്നു എന്ന് അവർ പറഞ്ഞു വെക്കുന്നു. ആ കഥാപാത്രങ്ങളിലെ ലീഗിലേക്ക് പ്രവേശിക്കാൻ ഒരു കഥാപാത്രം മോഹൻലാലിന്റേതായി ഉടനെ തന്നെ ലോഡ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് അവരുടെ വാക്കുകൾ. ജിത്തു മാധവന്റെ സ്ക്രിപ്റ്റിൽ ഐക്കോണിക്കായ ധാരാളം വിസിൽ മൂവ്മെന്റുകൾ തിയേറ്ററിൽ തരാൻ നൽകുന്ന നിമിഷങ്ങൾ ജിത്തു മാധവൻ ഒരുക്കിയിട്ടുണ്ട്. അത് സെപ്പറേറ്റ് തന്നെ നമുക്ക് ആഘോഷിക്കാൻ കഴിയും. എന്നാൽ ഇത് മാത്രമല്ലാതെ മറ്റൊരു മോഹൻലാൽ കഥാപാത്രം കൂടി വിസിലടിച്ച് തിയേറ്ററിൽ ആഘോഷമാക്കാൻ കഴിയുന്ന ഒന്നുകൂടി വരാൻ പോകുന്നു എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അത് ആരുടെ സിനിമയായിരിക്കും എന്നതാണ് പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നത്. മോഹൻലാലിന്റെ ലൈനപ്പുകളിൽ ഇതുവരെ അനൗൺസ് ചെയ്യാത്ത ചില സിനിമകൾ ഉണ്ട്. അമൽ നീരദ് ഒരുക്കാൻ പോകുന്നതും അൻവർ റഷീദ് ഒരുക്കാൻ പോകുന്നതും ഒക്കെ വലിയ സൂചനകളായി കിടപ്പുണ്ട്. ഇതൊന്നും ഒഫീഷ്യലായി അനൗൺസ് ചെയ്തിട്ടില്ല. അമൽ നീരദിന്റെ എന്തായാലും മോഹൻലാലിന്റേതായിട്ട് വരാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. മോഹൻലാൽ ഓൾറെഡി അമൽ നീരദിന് ഡേറ്റ് കൊടുത്തു എന്ന റിപ്പോർട്ട് വരെ പുറത്തു വന്നിരുന്നു. എന്നാലും മോഹൻലാലുമായിട്ടുള്ള അമൽ നീരദിന്റെ സിനിമ ഇപ്പോൾ ഡിസ്കഷനിൽ മാത്രമാണ്. സ്ക്രിപ്റ്റ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അമൽ നീരദ് ഒരുക്കാൻ പോകുന്ന ഫൈനലൈസ് ചെയ്തുള്ള ചിത്രങ്ങൾ കുഞ്ചാക്കോവിന്റേതും ടൊവിനോ തോമസിന്റേതും ഒക്കെയാണെന്നാണ് പറയപ്പെടുന്നത്. ഡിസ്കഷനിലുള്ളത് മോഹൻലാലിന്റെ ചിത്രവും ഫഹദ് ഫാസിലിന്റെ ചിത്രവും പൃഥ്വിരാജിന്റെ ചിത്രവും സൂര്യ നായകനാകുന്ന ചിത്രവും ഒക്കെയാണ് ഡിസ്കഷനിൽ ഉള്ള അമൽ നീരദ് ചിത്രങ്ങൾ. അമൽ നീരദ് ഒരുക്കുന്ന കഥാപാത്രമായിരിക്കുമോ അങ്ങനെ ഒരു തിയേറ്ററിൽ ഗംഭീരമായി ആഘോഷിക്കാൻ കഴിയുന്ന ആ കഥാപാത്രം സംഭവിക്കുക എന്നും പലരും ചോദിക്കുകയാണ്. എന്തായാലും മോഹൻലാലിന്റെ ലൈനപ്പിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സർപ്രൈസുകൾ നൽകുന്ന കഥാപാത്രവും സംഭവിക്കാൻ പോകുന്നു എന്നതുകൂടി എടുത്തു പറയുകയാണ് മൂവി അനലിസ്റ്റുകൾ. പ്രതീക്ഷ നൽകുന്ന പല റിപ്പോർട്ടുകളും നമുക്ക് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പ്രതീക്ഷകൾ വാനോളം ഉയർത്തുന്ന പല സിനിമകളും നമുക്ക് മുന്നിലേക്ക് എത്തുന്നു. ബറോസും എംപുരാനും തുടരും തുടങ്ങിയ സിനിമകൾ ഒക്കെ ആസ്വദിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രേക്ഷകർ. അതുപോലെ ഹൃദയപൂർവ്വം, ഋഷഭ പോലുള്ള സിനിമകളും നമുക്ക് മുന്നിലേക്ക് വരാൻ ഒരുങ്ങുകയാണ്.